പാലക്കാട് രണ്ടിടത്തും തൃശ്ശൂരും വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടാവുകയാണ്. നെല്ലിയാമ്പതി AVT മണലാരു എസ്റ്റേറ്റിൽ ചില്ലിക്കൊമ്പൻ ഇറങ്ങിയിരിക്കുന്നു. അട്ടപ്പാടി ചിറ്റൂരിന് സമീപം മിനർവയിൽ ഇറങ്ങിയ കാട്ടാനകൾ വാഹനങ്ങൾ തകർത്തു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ സെന്റ് തോമസ് ദേവാലയത്തിൽ കാട്ടാന ഷെഡ് തകർത്തു. പാലക്കാട്ട് നിന്ന് നന്ദുഷയും ഒപ്പം തൃശ്ശൂരിൽ നിന്ന് ലിഷോയുമുണ്ട്. നമുക്ക് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോവാം. ഇല്ല, നേരെ പോയി അതിരിക്കാൻ തോന്നുന്നു. നിരവധിക്കാണ്. ഇല്ല, അത് തൊടി കയറി ഇങ്ങോട്ട് കയറി. അതാ കയറി. ഇടിപടാ പോടാ 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 എറിയടാ. നന്ദുഷയും ലിഷോയും ഉണ്ട്. ആദ്യം നന്ദുവിലേക്കാണ്. നന്ദു, ഈ ആന ഇറങ്ങി അല്ലെങ്കിൽ കാട്ടാന ആക്രമണം എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അത് വല്ലാത്ത നടക്കവും വേദനയായിട്ട് നമുക്കൊക്കെയും മാറുന്നുണ്ട്. പാലക്കാട് നെല്ലിയാമ്പതി അട്ടപ്പാടിയും ഇവിടെ രണ്ടിടങ്ങളിലും സമാനമായ ഇത്തരത്തിൽ എപ്പോഴും ആന ഇറങ്ങുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. ആന എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നോ? എപ്പോഴാണ് കാട്ടാന ഇറങ്ങിയത്? പക്ഷേ അട്ടപ്പാടിയിൽ കാട്ടാന ഭീതി ഇപ്പോൾ കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി. അട്ടപ്പാടിയിൽ ഇന്ന് പുലർച്ചെ 6:30ഓടെയാണ് കാട്ടാന ഇറങ്ങിയത്. അവിടെ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോ ആണ്, രഞ്ജിത്ത് എന്ന് പറയുന്ന ആളിൻ്റെ ഓട്ടോ ആണ്, അട്ടപ്പാടി മിനർവയിലുള്ള രഞ്ജിത്തിൻ്റെ ഓട്ടോ ആണ് കാട്ടാന തകർത്തത്. നിലവിൽ കാട്ടാന ആക്രമണത്തിന് ശേഷം ആന അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു ഏതാനും നിമിഷം. അതിനുശേഷം വനപാലകരെത്തിയാണ് ആനയെ വനത്തിനുള്ളിലേക്ക് തുരത്തിയത്. അതോടൊപ്പം തന്നെ നെല്ലിയാമ്പതിയിലും സ്ഥിരം അക്രമകാരിയായിട്ടുള്ള ഒരു കാട്ടുകൊമ്പനാണ് ചില്ലിക്കൊമ്പൻ. ചില്ലിക്കൊമ്പനും നെല്ലിയാമ്പതിയിൽ ഭീതി സൃഷ്ടിച്ചു. AVT മണലാർ എസ്റ്റേറ്റിന് സമീപം തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ചില്ലിക്കൊമ്പൻ ഇറങ്ങിയത്. അതും കുറേ നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ ശേഷമാണ് വനത്തിനുള്ളിലേക്ക് കടന്നത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ പാലക്കാട് ജനവാസ മേഖലകൾ, വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് കനത്ത ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടാന ഇറങ്ങുന്ന സമയത്ത് വനപാലകരെത്തി ആനയെ തുരത്തുന്നുണ്ട് എങ്കിൽ പോലും ആന നിരന്തരം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും തടയാനായിട്ട് വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അട്ടപ്പാടിയിലും നെല്ലിയാമ്പതിയിലുമാണ് ഇന്ന് കാട്ടാന ഇറങ്ങിയത്. വിവരങ്ങൾ കൂടി എടുക്കാൻ ലിഷോയുണ്ട്. ലിഷോയ്, തൃശ്ശൂരിൽ അതിരപ്പള്ളിയും ഈ പറഞ്ഞതുപോലെ സമാനമായി തന്നെ വന്യമൃഗശല്യമൊക്കെ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇത് അതേ മേഖലയിൽ തന്നെയാണോ ഇപ്പോൾ വീണ്ടും ആന ഇറങ്ങിയിരിക്കുന്നത്? തീർച്ചയായും പിള്ളപ്പാറ പള്ളിക്ക് നേരെയാണ് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 5:30 ഈ സംഭവം ഉണ്ടാകുന്നത്. പിള്ളപ്പാറ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറിയ കാട്ടാന, ഒരു ഒറ്റയാനായിരുന്നു. ആ കാട്ടാന നേരെ പള്ളിയുടെ പാർക്കിംഗ് ഏരിയ തകർക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ച് ആനയെ അവിടെ നിന്നും തുരത്തുകയായിരുന്നു. നിരവധി ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതായത് രാവിലെ കുർബാനയ്ക്കും മറ്റുമായി ആളുകൾ എത്തുന്ന സമയത്തിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഈ കാട്ടാന ഇവിടേക്ക് ഇറങ്ങുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഈ പ്രദേശങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് ഈ പിള്ളപ്പാറ മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ഇന്ന് വീണ്ടും കാട്ടാന ഇറങ്ങി നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പിള്ളപ്പാറ പള്ളിക്ക് സമീപം നേരത്തെയും കാട്ടാനകളെത്തി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ആക്രമണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ ആളപായമൊന്നും തന്നെയില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പള്ളിയുടെ ചില ഭാഗങ്ങൾ, പള്ളിയുടെ ഈ പാർക്കിംഗ് ഏരിയയുടെ ഭാഗങ്ങൾ തകർത്തു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകുന്നത്.